അച്ഛൻ എന്താ? അഞ്ജലി അല്ലേ അത്? അതുകൊണ്ട് തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞേ. അഞ്ജലി, എനിക്ക് മേഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക്. ഞാൻ അറിഞ്ഞു, സുമ പറഞ്ഞു. ഹോസ്റ്റലിൽ ചേർന്നുല്ലേ? ആ, പോണ വഴിയാ. അച്ഛൻ എപ്പോഴും അതെ. അഞ്ജലിയെ കാണുമ്പോ ചുണ്ടിയാ. ആകപ്പാടെയുള്ള ഒരു അമ്മാമിയല്ലേ, സ്നേഹം കൂടി. ഞാനാ ചെന്താമര. ഇത് രാത്രിയാണ് മോളെ, താമര പറിക്കുന്ന സമയമല്ല. അറിയാം. ഒരു കാര്യം പറയാനുണ്ട്. അതിരാവിലെ പവിഴം തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു. നിങ്ങളെ അവക്ക് കാണണമെന്ന് പറഞ്ഞു. പോവാതിരിക്കരുത്. നിങ്ങളെ അവിടെ എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അനന്തേട്ടനോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. അനന്തേട്ടന് എന്നോട് ലവ് ഉണ്ടോന്ന് ചോദിച്ചു. ലവ് ഉണ്ടോന്നോ? ആര് ചോദിച്ചു? മമ്മി. ഇല്ല. ആ കാറി കയറ്, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഇങ്ങോട്ട് ഞാൻ തനിച്ചാവുന്നു. അങ്ങോട്ടും തനിയെ പൊക്കോളാം. അറിയാഞ്ഞിട്ട് ചോദിക്കാ, ഏട്ടനെ കൊണ്ട് ലീവ് എടുപ്പിക്കുന്നത് ആ പാവം കാലിനോടുള്ള സ്നേഹോ അതോ ആ പേരും പറഞ്ഞു പോന്ന വഴിക്ക് ആരെയും കാണാനുള്ള മോഹോ? ധാവണി പ്രായമായുള്ളെന്ന് വെച്ച് എന്നോടൊന്നും മറച്ചു വെക്കണ്ട. ഞാൻ ഏട്ടനോട് ഒന്നും പറയില്ല. പോരെ? ദേ നത്തലി വന്നു. ചേച്ചി വേഗം റെഡിയാവ്. അയ്യോ അല്ല, കൊച്ചേട്ടനല്ല. ആ പ്രിയപ്പെട്ട കൊച്ചുഞ്ഞിന് വല്യച്ഛൻ വിക്രമൻ നായർ എഴുതുന്നത്. ഈ കത്ത് കിട്ടിയാൽ ഉടൻ ഇത്തറ്റം വരണം. എഴുതിയോ? 3-4 ദിവസത്തെ അവധി എടുത്തു പോന്നോളൂ. നീ വന്ന ആ ഷാപ്പുകാരൻ ഉത്തമൻ കള്ളക്കഴിവേറിയുടെ മോന്റെ വായിലെ അണപ്പല്ല് 4 എണ്ണം അടിച്ചു തുപ്പിച്ചാലേ ഈ വല്യച്ഛന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂ. എന്തായാലും ഈ കത്ത് കിട്ടിയാലുടൻ നീ വരണം. നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായില്ലേ? ആ, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം. ഓടി അവിടുന്ന്. നിനക്ക് വട്ട. രമേശ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നോ? ഫയർ. എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം? ഹാവ്, ഇത്രയല്ലേ ഉള്ളൂ. സമ്മതിച്ചു. ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം ഡിപ്ലോമയ്ക്ക് പോകണം. അത്രയല്ലേ ഉള്ളൂ. മോക്ക് സൗകര്യമുള്ളപ്പോ മതി കല്യാണം. ഉറപ്പാണോ? അച്ഛാ, അച്ഛാ, അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാമോളെ വിളക്ക് കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. എടുത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ? എന്താ അച്ഛാ? മാഷക്ക് എന്താ വയ്യേ? ഈ കോളനിയിലെ ഏത് വീട്ടിലെ പട്ടിയാ അത്? എനിക്കറിയില്ല. ആ പട്ടിയുടെ പേരറിയാവോ? ഇല്ല. എന്നാ എനിക്കറിയാം. പ്രകാശ്. അതേന്ന് തോന്നുന്നു. അതേന്ന് തോന്നുന്നല്ല, ആണ്. വിഷം കയറൊന്നും കരുതി വെച്ചിട്ടില്ല. പ്രകാശന് എന്നെ ഇഷ്ടമാ. എനിക്ക് പ്രകാശനെ. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കും. മുകുന്ദൻ അപ്സെറ്റ് ആകരുത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആള് സ്റ്റേറ്റ്സിലാ. സമയമാവുമ്പോ ഡാഡിയോട് പറയാമെന്ന് കരുതിയത്.